ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും നല്ല തിരക്കിലാണ്, ഓണത്തിൻ്റെ തയ്യലിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ് കാണിക്കണം എന്നിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിലും വേഗത്തിലും എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതുപോലെ നമ്മൾ തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. അതിന് അളവ് ബ്ലൗസ് വയ്ക്കുന്നത് സാധാ ബ്ലൗസാണ്, സാധാ കട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ അളവ് ബ്ലൗസ് ഇതുപോലെ വെച്ചിട്ട് ഒരു 2.5 ഇഞ്ചാണ് നമ്മൾ തുമ്പിടുന്നത്. അത് നമ്മൾ ബാക്കിൽ സിബ് വെക്കുന്നുണ്ട്. അതിനുള്ളതും പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടി ഒന്നിച്ചാണ് ബാക്ക് മുന്നും അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് വെട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ 2.5 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പിട്ടാണ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. വീനക്കാണ് ചെയ്യുന്നത്. അത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്തെടുക്കുന്നത്. ഇവിടെ വെറുതെ ഒന്ന് വരയ്ക്കണം മാത്രമേ ഉള്ളൂ. നമ്മളിതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇത് ബിഗിനേഴ്സിലാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അളവല്ല പറയണത്. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഷോൾഡറൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കും. കറക്റ്റ് അളവ്, അതിൻ്റെ പോയിൻ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ 9 ഇഞ്ച് മേലെന്ന് ഒരു പോയിൻ്റ് ഇടുന്നുണ്ട്. ഈ മാറത്തുള്ള വിഡ്ത്ത് 3.5 ഇഞ്ചാണ്. ആ 3.5 ഉള്ളത് താഴെ എടുക്കുമ്പോൾ നമ്മൾ 3 ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ കൈക്കുഴീൻ്റെ കോർണർക്ക് ഒരു പോയിൻറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇത് യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ അവിടെ നിന്നൊരു 3/4 ഇഞ്ച് അകലം എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വരച്ചിട്ട് ആ പോയിൻറ്റിലേക്ക് ഇങ്ങനെ നമ്മൾ ബ്രേസർ കട്ടിങ്ങിൻ്റെ പോലെ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിലും കൺഫ്യൂഷനില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അളവുകൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ആകെ തുടക്കക്കാർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് പറയുന്നത്. നമ്മൾ ഇനി ആ 2 പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പീസിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീടാണ് നമ്മൾ എത്രയാണോ ഉള്ളിൽ നിന്ന് കളയേണ്ടത് അത് മാറുന്നതനുസരിച്ചാണ് ഓരോരുത്തരെ ബ്രസ്റ്റ് സൈസ് എത്ര ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ചെറിയ കുട്ടിയൊക്കെയുള്ളതാണ്, ചെറിയ കുട്ടികൾ +1 ഒക്കെ. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ചാണ് ഇതുപോലെ കട്ട് ചെയ്ത് കളയണത്. പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ അടുത്ത് ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമ്മളിതിന് ബാക്കിൽ സിബ്ബാണ് വെക്കുന്നത്. ആ സിബ്ബ് വെക്കാനുള്ള എളുപ്പമാർഗ്ഗം കൂടി ഞങ്ങൾക്ക് ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൈയും കൂടെ കട്ട് ചെയ്തെടുക്കണം. കൈ പ്ലെയിനാണ്, പഫൊന്നും വേണ്ട. ഒരു 10 കൈയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കൈയിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അളവിന് തന്ന ബ്ലൗസിൻ്റെ കൈ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പഫ് കൈയാണ്.
ഈ ലൈനിങ്ങും കൂടി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്കൂളുകളിൽ ഡ്രസ് കോഡിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇപ്പോൾ ഈ മോഡൽ തന്നെ ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസും ഒന്നുകിൽ പട്ടുപാവാട അല്ലെങ്കിൽ ധാവണി. നിങ്ങൾ ലൈനിങ്ങും ഇതുപോലെ തന്നെ മടക്കി ലൈനിങ്ങൊന്നും പ്രിൻസസ് കട്ടിന് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കില്ല, അത് വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നും അതിങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ 2 പീസ് ബാക്കിക്കും മുന്നിക്കും നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കണം. നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഇത് വീഡിയോ നോക്കുമ്പോൾ തന്നെ ഒരുപാട് അളവുകളൊക്കെ പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിനേക്കാൾ അതൊന്നും നോക്കാതെ എങ്ങനെ വെച്ച് നമ്മൾ വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ കൺഫ്യൂഷനില്ലാതെ ചെയ്യാനും പറ്റും, നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അളവൊക്കെ നോക്കി പിന്നെ അതിന് ബാലൻസുള്ള വശമൊക്കെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ കൃത്യ അളവിലും കൃത്യമായ പോയിൻ്റ് ഓരോന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും കട്ട് ചെയ്തെടുക്കലില്ല. അപ്പോൾ തുടക്കക്കാർക്ക് ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ചു നോക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം.